ലിയോ എന്ന പടത്തിന് ശേഷം ഇറങ്ങിയ വിജയുടെ മൂവിയാണ് ഈ പുതിയ ഗോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നമുക്കറിയാവുന്നത് ആടാണ്. അപ്പോൾ ആടിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. കണ്ടത് ആടിന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ വിജയ് ഡബിൾ റോളിലാണ്. ഒരു കുറച്ച് വയസ്സായ മധ്യവയസ്കനായ വിജയും പിന്നെ കുറച്ച് ചെറുപ്പക്കാരനായ വിജയൊക്കെ വരുന്നുണ്ട്. സിനിമ മുഴുവനും വിജയ് നിറഞ്ഞേക്കാണെന്ന് പറയാം. ഇതൊരു 400 കോടി പ്രോജക്റ്റിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് 450 കോടി ഇപ്പോൾ കളക്ട് ചെയ്യുമെന്ന് പറയുന്നു പ്രീ റിലീസിൽ തന്നെ. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ 8.5 കോടി ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ലെവലിൽ കളക്ട് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഒരു 5000 തിയേറ്ററിൽ റിലീസാണെന്നാണ് പറഞ്ഞത് ഓൾ വേൾഡിൽ. അപ്പോൾ അങ്ങനെ ഇവരുടെ ഭാഷ പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ഡമായ ചിത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിജയിൻ്റെ സാധാരണ എല്ലാ മൂവിയിലുള്ള പോലെ വിജയിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു പാട്ടും ഇടി എല്ലാം ഇതിലുണ്ട്. ഇടി കൂടുതലുണ്ട്. വിജയ് ഫാൻസ് എന്ന് ക്യാരക്ടറൈസ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഓക്കെ ആയിരിക്കാം. പിന്നെ കുറേ സർപ്രൈസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സർപ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അസിറ്റീസ് വിജയുടെ ഒരു ഫാൻ അങ്ങനെയൊന്നുമല്ല ഞാനെങ്കിലും. എനിക്ക് വെറുതെ ആക്ഷൻ കണ്ടിരിക്കാൻ വേണ്ടി വിജയ് വെറുതെകൾ എനിക്ക് ഇഷ്ടം ജാക്കി ചാൻ്റെ പടങ്ങളാണ്. പിന്നെ നമ്മുടെ തമിഴിലെ ഒരു പടം നൽകുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഇപ്പോഴത്തെ വലിയ സൂപ്പർ സ്റ്റാർ നൽകുകയാണെങ്കിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ ഇതിൽ ഡയറക്ഷൻ വെങ്കട് പ്രഭു ആണ്. ഗാനങ്ങൾ അല്ലെങ്കിൽ ഗാന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാൻ ശങ്കർ രാജയാണ്. പാട്ടൊന്നും അത്ര പോരാ. പിന്നെ BGM ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. അത് വിജയിൻ്റെ പടത്തിലുള്ള BGM പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പാട്ടും അത്രയൊന്നുമില്ല. ഡാൻസ് ഒരു പാട്ട് മാത്രം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ രസമായിട്ടൊക്കെ തോന്നി. പിന്നെ ഇതിലൊരു പഞ്ച് ഡയലോഗൊന്നും വിജയ് പറയുന്നില്ല. അതൊന്നും അത്ര ഏഷുന്നില്ല. കാരണം ഇതൊക്കെ ഏഷുന്നെങ്കിൽ ശരിക്കും വിജയ് ഫാൻസിൻ്റെ ഷോ ആയിരിക്കും ഇവരുടെ ആദ്യത്തെ പടങ്ങളിലൊക്കെ. അപ്പോൾ ആ ഫാൻസ് ഭയങ്കര കട്ട ഫാൻസ് ആയിരുന്നു. അവരിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കുറേ തിയേറ്ററിൽ ആളുകളൊക്കെ സൃഷ്ടിക്കുമായിരിക്കും. പക്ഷേ ഇതിൽ അത്ര ഒക്കെ ഒന്നും റെസ്പോൺസ് ഒന്നും അതിൽ കണ്ടില്ല. ശരിക്കും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച അത്രയും ഒരു രസം ഈ മൂവിക്ക് തരാൻ പറ്റിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എൻഗേജ്ഡ് ആണ്. പല സർപ്രൈസും വരുന്നുണ്ട്. കുറച്ച് എൻഗേജ്ഡ് ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗിങ് കാണുന്നുണ്ട്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് കുറച്ച് നന്നാക്കി ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ രസമാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഇതിൽ വിജയാണ് ശരിക്കും സിനിമ കൊണ്ടുപോകണം. അല്ലെങ്കിൽ വിജയൻ്റെ എല്ലാ പടത്തിലും വിജയ് തന്നെയാണല്ലോ. പുള്ളിയുടെ ഒരു മാനസിസവും പിന്നെ ഒരു നോട്ടും പാട്ടും ഡാൻസും ഒക്കെ കൂടി അങ്ങനെയാണ് ഈ മൂവി കൊണ്ടുപോകണേ. അത് തന്നെയാണ് ഈ മൂവിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ പ്രഭുദേവ, പ്രശാന്ത്, മീനാക്ഷി ചൗധരി, സ്നേഹ അങ്ങനെ കുറേ പേരൊക്കെ അഭിനയിക്കുന്നുണ്ട്. വിജയ് ഫാൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതൊരു ഉത്സവമാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നിപ്പോൾ ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തമിഴ് പടം അത്യാവശ്യം തമിഴ് പടം കാണാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ വിജയൻ്റെ മൂവീസ് ഇപ്പോൾ പണ്ടത്തെ ബീസിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടൊക്കെ ഞാൻ പറയുന്നത്. ബീസിനേക്കാളൊക്കെ നല്ല പടമായിട്ടാണ് പറയാം. അസിറ്റീസ് എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇവർ ഈ വലിയ ഹൈപ്പ് കൊടുത്തിട്ടൊക്കെ വരുമെങ്കിലും ഇപ്പോൾ തമിഴ് കഴകം എന്ന് പറഞ്ഞൊരു സംഭവം TVക്ക് തമിഴ് വെട്രിക്കഴകം എന്നുള്ളൊരു പാർട്ടി ഇപ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മിക്കവാറും അധികം മൂവിയൊന്നും വിജയൻ്റെ വരാൻ സാധ്യതയില്ല. കാരണം രാഷ്ട്രത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് മുമ്പുള്ളൊരു പ്രത്യേക മൂവി ആയ കാരണം ഇത് വിജയിക്കാണ്ടിരിക്കാനൊരു സാധ്യതയില്ല. അതുപോലെ തമിഴ്നാട് ഗവൺമെൻറ് പ്രത്യേക സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ സ്പെഷ്യൽ മൂവീസൊക്കെ തമിഴ്നാട് മുഴുവനും ഉണ്ട്. അപ്പോൾ അങ്ങനെ തമിഴ്നാട് ഗവൺമെൻറ്റിനെയും കൂടെ ഇതിൽ സാങ്ഷൻ കൊടുത്തിട്ട് അങ്ങനെ പ്രത്യേക മൂവി ടൈമൊക്കെ അനുവദിച്ച കാരണം എന്തായാലും ഇത് വിജയിക്കും. കാരണം ഇപ്പോൾ തന്നെ കൊടുത്ത കാശിനേക്കാൾ അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സംഭവം വിജയിക്കും. പക്ഷേ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയണമെങ്കിൽ അത്ര വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം വിജയൻ്റെ പടങ്ങളെ പൊതുവേ കുറേ ആക്ഷനും നമുക്കൊക്കെ ദഹിക്കുന്ന സംഭവമായിരിക്കില്ല. പിന്നെ ഒരു കുറച്ച് ആളുകൾക്ക് പരിസ്ഥിതിയായിരിക്കാം. അങ്ങനെ നല്ല ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണല്ലോ വിജയ്. അപ്പോൾ അങ്ങനെ പോരാത്തിന് അതിൻ്റെ ബലത്തിൽ തന്നെ പോപ്പുലാരിറ്റിയുടെ ബലത്തിൽ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ വിജയിക്കും. പടം വിജയിക്കും. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ കാണാൻ കൊള്ളാമെന്ന് എൻ്റെ അഭിപ്രായം. 2-3 പ്രാവശ്യമൊന്നും കാണാൻ ഒരിക്കലും പറ്റാത്തൊരു പടം തന്നെയാണ് ഈ പറഞ്ഞ ഗോട്ട്. താങ്ക് യു.